കണ്ണുറക്ക്. ഗാഥ മോളെ വെള്ളം എടുത്തിട്ട് വാ. ഗാഥ ഗാഥ കണ്ണുറക്ക്. ഗാഥ എഴുന്നേക്ക്. ഗാഥ ഗാഥ. കൃഷ്ണൻ വേഗം തന്നെ. ഗാഥ ഗാഥ. നീ എന്തിനാടി എന്നെ രക്ഷിച്ചേ? നീ എന്തിനാ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചേ? അതിന്റെ കാരണം എന്താന്ന് നിന്റെ കൂട്ടുകാരോട് തന്നെ ചോദിക്കും. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്നെ ചതിച്ചില്ലേടി? നീ എന്റെ നവീനുമായിട്ട് ആദ്യരാത്രി ആഘോഷിച്ചില്ലേ? എന്ത് പ്രാന്ത കഥയെ പറയുന്ന? എനിക്ക് ഉറപ്പാ അന്ന് ബെഡ്റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നവീൻ എന്നോട് പറഞ്ഞതാ. ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? അന്ന് ഞാൻ വ്രതം എടുത്തിരിക്കല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ നവീനോടൊപ്പം ബെഡ്റൂമിൽ കഴിയുന്നേ? ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല, ചതിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം. കൃഷ്ണൻ, ഇവൾക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യരുത്. നീ ഇത്രയും നാള് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കൊക്കെ കൂലിയായിട്ടാ ഇവിടെ നിന്നെ കൊല്ലാൻ വന്നത്. ചാകാൻ പോകുമ്പോഴേ രക്ഷിക്കാൻ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിത്തരമ്മയുടെ വിളിക്കുന്നേ. ഹലോ. ഹലോ കൃഷ്ണ, ഗാഥ അങ്ങോട്ട് വന്നായിരുന്നോ? ഗാഥ എന്റെ അടുത്തുണ്ട് മാഡം. ഗാഥ എന്നെ തെറ്റിദ്ധരിച്ചാ വന്നേ. കൃഷ്ണ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് ഗാഥ എന്റെ അടുത്തെത്തണം. എവിടെയാവള്? ഫോണിൽ. മാഡം, ഞാൻ മോളിക്കുട്ടിയാ. മാഡത്തിന്റെ മോളെ ഇങ്ങോട്ട് വെറുതെ വന്നതല്ല. അവളെ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. ഈ നാട്ടില് വന്ന് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചിട്ടേ